കർഷക മാർച്ചും കൂട്ടധരണയും. വർദ്ധിപ്പിച്ച വസ്തുനികുതി പിൻവലിക്കുക. വസ്തു ആധാരങ്ങളുടെയും ഇഷ്ടദാന ആധാരങ്ങളുടെയും രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുക. വന്യജീവികളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും മനുഷ്യനും സ്വത്തിനും സംരക്ഷണം നൽകുക. കാട്ടാനയ്ക്കും കടുവയ്ക്കും കാട്ടുപോത്തിനും കാട്ടുപന്നിക്കും കൊടുക്കുന്ന സംരക്ഷണവും പരിരക്ഷയുമെങ്കിലും പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് കൊടുക്കുക. ആവാസ മേഖലകൾ വിട്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യജീവികളെയും ക്ഷുദ്രജീവികളെയും കൊന്ന് ഭക്ഷ്യയോഗ്യമായവയെ ലേലം ചെയ്ത് വിൽക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കല്ലൂർക്കാട് കാർഷിക മാർക്കറ്റിൻ്റെയും ഇൻഫാമിൻ്റെയും ഫാർമേഴ്സ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് വില്ലേജ് ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചത്. കാർഷിക സ്വയംസേവ മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇൻഫാം സംസ്ഥാന കോർഡിനേറ്റർ റവറൻഡ് ഫാദർ ജോസ് മോനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. AKCC രൂപത ഡയറക്ടറും കല്ലൂർക്കാട് ഇടവക വികാരിയുമായ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. വർദ്ധിപ്പിച്ച വസ്തുനികുതി നമുക്കറിയാം 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന അസ്വസ്ഥത സാധാരണക്കാരന് ജീവിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് നട്ടം തിരിയുന്ന അവസ്ഥ. വസ്തു ആധാരങ്ങളുടെയും ഇഷ്ടദാന ആധാരങ്ങളുടെയും രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കണമെന്നുള്ള അലമുറ നമ്മുടെ ധർണയിൽ ഉരുത്തിരിയുന്നുണ്ട്. വന്യജീവികളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും മനുഷ്യനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആശാവർക്കർമാരായിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവിക്കുവാൻ ജീവനാംശം ലഭിക്കണം എന്നവർ പറഞ്ഞ് അലമുറയിടുന്ന സമയത്ത് അവരുടെ ജൽപ്പനങ്ങളായിട്ട് അവരുടെ മുദ്രാവാക്യങ്ങളെയെല്ലാം കാണുന്നു. അത് മാത്രമല്ല, അതിനെ കാറ്റിൽ പറത്തുന്നു. എന്നാൽ അപ്പുറത്ത് PSCയുടെ ചെയർമാനും അതുപോലെ അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളമായിട്ട് നൽകുവാനുള്ള ആർജവം കാട്ടിയിരിക്കുകയാണ് സർക്കാർ. സാധാരണക്കാരന്റെ വേദന കാണാത്ത സർക്കാർ എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ മനുഷ്യൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിക്കണം, ജീവിക്കുവാൻ അനുവദിക്കണം. ഇത് മനുഷ്യന്റെ ഒരു വേദനയാണ്, യാതനയാണ്. ഈ സാഹചര്യത്തിലാണ് അതൊന്നും കാണാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാരം ചുമക്കുമ്പോൾ ജനതയെ രക്ഷിക്കാൻ ഞങ്ങൾക്കായി ശബ്ദിക്കാൻ ആർക്കും ഭക്ഷണം കിട്ടാത്ത ഈ അവസ്ഥയിൽ കർഷകർ അധ്വാനിച്ചുണ്ടാകുന്ന വേർപ്പിന്റെ വില കൊള്ളയടിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ കർഷകരാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുകയും അവരുടെ വോട്ട് വാങ്ങി പാർലമെന്റിലോ നിയമസഭയിലോ ചെല്ലുമ്പോൾ അവര് നമ്മളെ മറന്നുകൊണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടി അവർ നിയമമുണ്ടാക്കുകയും അതിൽ കൈയടിച്ച് പാസാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നത് കർഷകർക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണ്? 1600 രൂപ. ഒരു PSC മെമ്പർക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം, അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ 4000 രൂപയ്ക്ക് മേലെയാണ്. അപ്പോൾ ഒരു കർഷകൻ തീരുമാനിച്ചു, ഇത്രയും നമുക്ക് ഒത്തു, ഇനി 2 മാസം ചികിത്സ എന്നും പറഞ്ഞ് ആ കൂട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത്രയും സുഭിക്ഷമായി ഇത് ഭരിക്കുന്നവരുടെ ഉദ്യോഗസ്ഥ വർഗത്തിന്റെ വാനം കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന കാർഷിക മാർക്കറ്റ് പ്രസിഡന്റ് PD ഫ്രാൻസിസ്, ജോയി തെങ്ങുംകുടി, ഇൻഫാം യൂണിറ്റ് പ്രസിഡന്റ് ജോണി നെല്ലിക്കുന്നേൽ, KM തങ്കച്ചൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്. കർഷക
സിന്ദാബാദ് കർഷക ധർണ സിന്ദാബാദ്